ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമുക്ക് ഒന്ന് പടുകൂട്ടാൻ ഉണ്ടാക്കാമായിരുന്നിട്ടോ. പടുകൂട്ടാനൊന്നും ഞങ്ങൾ ഉണ്ടാക്കൽ തന്നെ അല്ല. ഒന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കണത് പാൽച്ചേമ്പിൻ്റെ തണ്ട്, ചീനി, പിന്നെ കപ്പയ്ക്ക, പിന്നെ വാഴപ്പിണ്ടി, ഇങ്ങനെ ഈ 4 സാധനം വെച്ചങ്ങാണ്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പം നമുക്കിത് ഓരോന്നും ചെറുതാക്കി അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലി ആദ്യം നമുക്കൊന്ന് എടുക്കാം, പെട്ടെന്നുണ്ടല്ലോ അതൊക്കെ എടുക്കാൻ. അപ്പം നമുക്ക് അത് കഴിഞ്ഞു. ഇനി പിന്നെ വാഴൻ്റെ എന്താ എണ്ണിക്കാമ്പ് എന്നൊക്കെ പറയില്ലേ ഇതിന്. അപ്പം അതും കൂടി ഒന്ന് കൊത്തി അരിയുക. അപ്പം നമ്മളിതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ നൂലുകൾ നമ്മളിങ്ങനെ കൈ വെച്ച് ചുറ്റി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ നൂലിങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പം നമ്മൾ കൈ വെച്ച് വിരൽ വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ പോരും കേട്ടോ. അങ്ങനെ എടുക്കാൻ ഞാൻ മോളും സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സ്കൂളില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാ ജോലിയിലും സഹായത്തിന് ആളുണ്ടാവും കേട്ടോ. അപ്പം കുറേ അരിഞ്ഞങ്ങാണ്ട് കോഴിക്കാന്നും പറഞ്ഞ് തറയിലിട്ട് അരിയുന്നുണ്ട്. അപ്പം അതൊക്കെ പരിപാടി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെതാ കപ്പയ്ക്ക തൊലി കളഞ്ഞ് ചെറുതായി അതും അരിയണം. ഇനി നമുക്ക് ഈ എണ്ണിക്കാമ്പുണ്ടല്ലോ അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് എടുക്കുക. ഇതൊക്കെ നമ്മൾ കുക്കറിലിട്ടാൽ പെട്ടെന്ന് ഉടയും കേട്ടോ. പക്ഷെ അതിൽ കുറച്ച് തോനെ വെള്ളം വെക്കരുത്. ഞാൻ വെച്ചിലൊരു നുള്ളു വെള്ളം കൂടിപ്പോയി. പക്ഷെ തണുത്ത് കഴിയുമ്പോൾ പാകമായി. ഇതും ഈ ചേമ്പിൻ്റെ തണ്ടുമൊക്കെ വെള്ളമുള്ളതല്ലേ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ചെറുതാക്കി അരിയുന്നുണ്ട്. അതും കൂടി അരിഞ്ഞിട്ടെടുക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഭാഗത്ത് കൂടെയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. 10 മണിക്കഞ്ഞിയൊക്കെ കുടിച്ചണ പോലെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. ടേസ്റ്റാണ്. പിന്നെ എന്തൊക്കെയുണ്ട് ഇതിലേക്ക് നമുക്ക് വേറെ ചേമ്പ് വിത്തുണ്ടെങ്കിൽ അതിടാം. അങ്ങനെയല്ലേ കൊഴുപ്പ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ പാടിട്ടാലൊക്കെ നല്ല രസമാണ് കേട്ടോ. അതൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അരിഞ്ഞെടുക്കട്ടെ. എല്ലാം അരിയട്ടെ. നമ്മൾ കുക്കറിലാട്ടോ വേവിച്ചണത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നും നിങ്ങളെ ഓരോരുത്തരെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ ഞാനിതെല്ലാം കൂടി നല്ലോണം കേക്ക് വൃത്തിയാക്കി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിച്ചുമ്പോൾ ഞാൻ വെറും മഞ്ഞളും പച്ചമുളകും ഉപ്പും ഇട്ടുങ്ങാണ്ടാട്ടോ. എന്നിട്ടൊന്ന് 2 വിസിൽ കേൾപ്പിച്ചു. 2 വിസിൽ കേൾപ്പിച്ചു ഞാൻ. അങ്ങനെ അതും കൂടി വെന്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള അരപ്പുകളൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കിത് തീമക്കാം. പിന്നെ നല്ലോണം കുറുക്കി വെച്ച് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. പക്ഷേ വെള്ളം പാകമായി കിട്ടണം. ഞാൻ ഒഴിച്ചിലൊരു നുള്ള് കൂടിപ്പോയി. സാരല്ല, തണുത്തപ്പോൾ പാകമായി. അപ്പം ഞാൻ 2-3 പച്ചമുളക് ഇട്ടിക്കണം കേട്ടോ എരിക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇടണത് എന്താ വെച്ചാൽ നമ്മൾ
ഏതൊരു കഷ്ണം നുറുക്കി വെച്ച് അരിഞ്ഞാണ്ട് അതിൽ വെക്കുമ്പോഴും അതിമ തുള്ളി മഞ്ഞ ആയി പൊടിച്ചണമെന്നുണ്ടെങ്കിൽ അത് തീമക്കുമ്പോൾ തന്നെ തുള്ളി മഞ്ഞപ്പൊടി ഇടണം. പിന്നെ ഇട്ടാലൊന്നും അത് ആ കഷ്ണം വേറെയും മഞ്ഞൾ വേറെയൊക്കെ ആയി നിൽക്കും. അപ്പോൾ ഞാനതിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ചങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയെടുത്തിരുന്നു. അങ്ങനെ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും 2 ചെറിയ ഉള്ളിയൊക്കെ പാടിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിക്കണ്. പിന്നെ ഞാൻ അതിൽ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിരുന്നു കേട്ടോ. അപ്പം ഇനി ഇതിട്ടുങ്ങാണ്ട് ഒന്നും കൂടി തിളച്ച് നല്ലോണം വേകട്ടെ. ഞാൻ വിസിൽ അടുപ്പിച്ചത് കുറച്ച് നേരത്തെ ഓഫാക്കിയിരുന്നു. അപ്പം ഇനി ഒന്നും കൂടി കുറുകി വരട്ടെ കേട്ടോ. ഇതൊക്കെ പാടിട്ടുങ്ങാണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കുറുകി വന്നിക്കണം. ഇനി നമുക്കിത് പിന്നെ ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിന് കടുകും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പറ്റൽമുളകും ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ കടുക് വറുക്കണത്. അപ്പം അതും കൂടി ഇട്ടുങ്ങാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് കടുക് വറുത്ത് എടുക്കാം. അപ്പോൾ ഉപ്പും മുളകും ഒക്കെ പാകാം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം എപ്പോഴും നമുക്ക് മീൻ ഇറച്ചി അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കുക അതൊരു ഇതല്ലേ. അങ്ങനെയൊന്നും ആരും ഉണ്ടാക്കൂല. പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ. ഇപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിക്കണ്. പഴയ കാലത്തൊക്കെ നല്ലോണം കൂട്ടാൻ വെക്കുക നമുക്ക് ഇറങ്ങാണ്ട് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്ന് നല്ലോണം വട്ടത്തിൽ അരിഞ്ഞ് ഉണ്ടാക്കി കൂട്ടി അത് വെക്കും. എന്താ രസം. എല്ലാവരും പാടെ കൂടിയിരുന്ന് വല്ല ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിച്ചുമ്പോൾ TV ഒക്കെ കണ്ടിരുന്ന് ഇങ്ങനെ കഴിക്കാൻ എന്താ ടേസ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കഞ്ഞി ഒന്ന് കുടിച്ചു നോക്കാം. കഞ്ഞിയും കൂട്ടാനും കൂട്ടാണ് കേട്ടോ. അപ്പം ഇതേപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.